ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെ പറ്റിയായിരുന്നു? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടൈപ്സ് ഓഫ് അറ്റോമിക് സ്പെക്ട്രത്തെ പറ്റിയാണ്. ആറ്റോമിക് സ്പെക്ട്ര എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. കണ്ടിന്യൂസ് സ്പെക്ട്രം ഉണ്ട്, ക്വാണ്ടൈസ്ഡ് സ്പെക്ട്രം ഉണ്ട്. ഈ ക്വാണ്ടൈസ്ഡ് സ്പെക്ട്രത്തെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു: അബ്സോർഷൻ സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം. ഇനി ഈ കണ്ടിന്യൂസ് സ്പെക്ട്രത്തെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മൾ ഒരു പ്രിസത്തിനകത്തൂടെ ഒരു വൈറ്റ് ലൈറ്റിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ആ 7 കളറിനെ ഒരു കളർ മറ്റേ കളറുമായിട്ട് മിക്സ് ആയിട്ടിരിക്കുന്ന ഒരു ഫീലിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്. അതിനിടയ്ക്ക് ഗ്യാപ്പ് ഇല്ല. എന്നാൽ അടുത്തത് ഈ ക്വാണ്ടൈസ്ഡ് സ്പെക്ട്രത്തിനകത്തെ അബ്സോർഷൻ സ്പെക്ട്രം പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ വൈറ്റ് ലൈറ്റ് കടത്തി വിടുന്നതിന്റെ ഇടയ്ക്കായിട്ട് ഞാനൊരു കണ്ടെയ്നർ വെച്ചിട്ട് അതിനകത്ത് ഹൈഡ്രജൻ നിറയ്ക്കുകയാണ്. ആ ഹൈഡ്രജനകത്തൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ഈ വൈറ്റ് ലൈറ്റിനെ കടത്തി വിടുകയാണ്. അങ്ങനെ വൈറ്റ് ലൈറ്റ് കടന്നു പോയി അത് പുറത്ത് വന്നിട്ട് ഈ സ്ക്രീനിലോട്ട്, അല്ലെങ്കിൽ ഞാൻ സ്പെക്ട്രോമീറ്റർ വെച്ച് നോക്കിയപ്പോൾ, ഇവിടെ ഒരു സ്പെക്ട്രോമീറ്റർ വെച്ച് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറേ കളർ മിസ്സിംഗ് ആയിട്ട് കാണാൻ പറ്റി. കുറെ കളർ മിസ്സിംഗ് ആയിട്ട് നമുക്കവിടെ, അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടാണ് നമുക്കവിടെ സ്ക്രീനിൽ വന്നത്. അപ്പം എനിക്കിപ്പം വയലറ്റ് അവിടെ ഉണ്ട്, പക്ഷെ ഇൻഡിഗോ ഇല്ല. ബ്ലൂ ഉണ്ട്, പക്ഷെ എന്തില്ല? ഗ്രീൻ ഇല്ല. യെല്ലോ ഉണ്ട്, പക്ഷെ അവിടെ ഓറഞ്ച് ഇല്ല. പിന്നെ റെഡ് ഉണ്ട്. അപ്പൊ ബാക്കി ഈ ഗ്യാപ്പ് ഉള്ള ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, മൊത്തം ബ്ലാക്ക് ആയിട്ട് ഡാർക്ക് കളറിലാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഡാർക്ക്, ഇവിടെ ഡാർക്ക്, ഇവിടെ ഡാർക്ക്. അപ്പൊ നോക്കിയേ, ഇത് കണ്ടിന്യൂസ് നേച്ചർ അങ്ങ് നഷ്ടപ്പെട്ടില്ലേ? കണ്ടിന്യൂസ് നേച്ചർ നഷ്ടപ്പെട്ടില്ലേ? കണ്ടിന്യൂസ് നേച്ചർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അതിനെ കണ്ടോ, കണ്ടിന്യൂസ് മറ്റേന്ന് പറയുമ്പോൾ ഒരുമിച്ചായിരുന്നു ഇരിക്കുന്നത്. ഇത് ഇടയ്ക്ക് കണ്ടോ ഡാർക്ക് ആയിട്ടുള്ള ലൈൻസ് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. അപ്പം ഇത് എവിടെ പോയി? അതായത് ഈ വയലറ്റും അതേപോലെ തന്നെ ഈ വയലറ്റ് അല്ല, ഇൻഡിഗോയും അതേപോലെ ഗ്രീനും അതേപോലെ ഓറഞ്ചും ഒക്കെ എവിടെ പോയി? അതെന്തുകൊണ്ടാണ് എവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം പറയാം. അതായത് കളർ എന്ന് പറയുന്ന സാധനം ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു 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 പ്രതിഭാസമാണ്. ശരിക്കും കളർ എന്ന് പറയുന്ന സാധനം ലൈറ്റ് ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ ഇന്ന് ഓഫ്ലൈൻ വന്ന പിള്ളേരോട് പറഞ്ഞായിരുന്നു. നിങ്ങൾ എത്ര വിലപിടിപ്പുള്ള നല്ല കളർഫുൾ ഡ്രസ്സ് ഇട്ടിട്ട്, നല്ല വിലപിടിപ്പുള്ള ഷൂ, നല്ല വിലപിടിപ്പുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ രാത്രി 12 മണി കഴിഞ്ഞിട്ട് നിലാവില്ലാത്തൊരു ദിവസം, ഇരുട്ടുള്ള ദിവസം നിങ്ങൾ രാത്രിയിൽ എവിടെയെങ്കിലും ആ ഇരുട്ടത്ത് പോയി ഒരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല ഗുണം ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? നിങ്ങൾ അങ്ങനെ എടുക്കാൻ തയ്യാറാവത്തില്ലല്ലോ. കാരണം നിങ്ങൾ ഇത്രയും വിലപിടിപ്പുള്ള ഡ്രസ്സ് ഇടുന്നത് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനാണല്ലോ. അപ്പൊ ഇരുട്ടത്ത് പോയി ഫോട്ടോ എടുക്കത്തില്ല. കാരണം ഇരുട്ടത്ത് പോയി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കളർ കാണാൻ പറ്റത്തില്ല, മൊത്തം കറുത്തിരിക്കും. ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ പറമ്പിലൊക്കെ നല്ല ഗ്രീനറി ആയിരിക്കും. എന്നാൽ ഇപ്പൊ നിങ്ങൾ ആ ജനൽ തുറന്നൊന്ന് നോക്കാവോ? ഈ ഗ്രീനറി ഒക്കെ എവിടെ പോയി? ഗ്രീൻ കളർ അവിടെ ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമേ കളർ കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഫുൾ ഡാർക്ക് ആയിട്ടായിരിക്കും. അപ്പൊ അതെന്തുകൊണ്ടാണ് ലൈറ്റിന്റെ പ്രസൻസിൽ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് റീസൺ ആണ്. എല്ലാ മാറ്ററിനകത്തും ഇനിയിപ്പം എല്ലാ കളറുള്ള, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഇപ്പൊ ഞാനൊരു ബുക്ക് എടുക്കുന്നു. ഈ ബുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ ഈ ബുക്ക്? ഈ ബുക്കിന്റെ കളർ നിങ്ങൾക്ക് ചുമന്നായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ചുമന്നായിട്ട് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് രണ്ട് രീതിയിലാണ് ഇതിന്റെ കളർ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന്, ഈ വന്ന് വീഴുന്ന ലൈറ്റ് റേയിൽ 7 കളർ ഉണ്ട്, 7 കളേഴ്സ് ഉണ്ട്. ഈ 7 കളറിലെ റെഡ്, ബാക്കിയുള്ള കളറിനെ എല്ലാം അബ്സോർബ് ചെയ്തിട്ട് റെഡ് കളറിനെ മാത്രം റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട്, ആ റിഫ്ലക്ട് ചെയ്ത ലൈറ്റ് നമ്മുടെ കണ്ണിൽ വന്ന് വീഴുന്നതുകൊണ്ടാണ് ഇത് റെഡ് ആയിട്ട് കാണാൻ പറ്റുന്നത്. എന്താണ് ഒരു കണ്ടീഷൻ? എന്താണ്? ഈ ലൈറ്റ് റേ ഇതേ വന്ന് വീഴുകയും അതിനകത്ത് ബാക്കിയുള്ള എല്ലാ കളറിനെ അബ്സോർബ് ചെയ്യുകയും റെഡിനെ മാത്രം റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യുന്നു. ആ റിഫ്ലക്ട് ചെയ്ത റേ നമ്മുടെ കണ്ണിൽ വന്ന് വീഴുന്നുണ്ട്. അത് റെഡ് ആയതുകൊണ്ടും നമുക്ക് ഇത് റെഡ് ആയിട്ട് കാണാൻ പറ്റും. അതൊരു കേസ്. രണ്ടാമത്തെ കേസ് എന്താണെന്ന് അറിയാമോ? ഈ വന്ന് വീഴുന്ന ലൈറ്റിനകത്ത് 7 കളർ ഉണ്ട്. ആ 7 കളറിലെ എല്ലാ കളറിനെയും ഇത് അബ്സോർബ് ചെയ്യുകയും, അല്ല എല്ലാ കളറിനെയും അല്ല, ഇപ്പൊ ഒരു നമുക്കിപ്പോ റെഡ് ആയിട്ടാണല്ലോ കാണുന്നത്. റെഡിന്റെ കോംപ്ലിമെന്ററി കളർ നമുക്ക് തൽക്കാലം ബ്ലൂ ആയിട്ട് എടുക്കാം. അപ്പം ബ്ലൂവിനെ, അതായത് നമുക്കറിയാം ഇതിൽ നിന്ന് എല്ലാ റേഡിയേഷനും ഇവിടെ വരുന്നുണ്ട്. അതിൽ ബ്ലൂ കളറിനെ, അല്ലെങ്കിൽ ബ്ലൂ ഭാഗത്തുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ആ റീജിയനിലുള്ള ഏതെങ്കിലും ഒരു ഫ്രീക്വൻസിയിലുള്ള ഇതിനകത്തുള്ള ഇലക്ട്രോൺസ്, ഈ ബുക്കിനകത്തുള്ള ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്തെടുക്കുകയും അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള റെഡ് കളർ എമിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് ആണ് കളറിനെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇലക്ട്രോൺസ് നിങ്ങൾ ഇട്ടിരിക്കുന്ന വിലപിടിപ്പുള്ള ഡ്രസ്സിലും, നിങ്ങൾ ഇരുട്ടത്ത് പോയി നിന്നിട്ട് സെൽഫി എടുത്ത സമയത്ത് നിങ്ങൾ വിലപിടിപ്പുള്ള ഡ്രസ്സായിരുന്നു ഇട്ടത്, അതിനകത്ത് ആറ്റംസ് ഉണ്ട്, അതിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ റിഫ്ലക്ട് ചെയ്യാനോ ആയിട്ടുള്ള വെട്ടം അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അവൻ കളർ കാണിക്കാഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത സമയത്ത് ഇരുട്ടായിട്ട് ഫീൽ ചെയ്തത്.
ഓക്കെ, അപ്പൊ എപ്പോഴും ആലോചിച്ചോണം, ഈ ഇലക്ട്രോൺസ് ഏതൊരു ആറ്റത്തിനകത്താണെങ്കിലും ഏതൊരു മാറ്ററിനകത്താണെങ്കിലും അതിനകത്തുള്ള ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസിന്റെ എക്സൈറ്റ്മെന്റും ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നൊക്കെ എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, നിങ്ങൾക്ക് കളർ കിട്ടുന്നത്. ഒന്നെങ്കിൽ ആ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തിട്ട് കോംപ്ലിമെന്ററി കളർ എമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് എല്ലാത്തിനെയും അബ്സോർബ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കളറിനെ മാത്രം റിഫ്ലക്ട് ചെയ്യും. അബ്സോർബ് ചെയ്യത്തില്ല, പകരം വന്ന് വീഴുമ്പോൾ തന്നെ അതിനെ തെറിപ്പിച്ച് കളയും, റിഫ്ലക്ട് ചെയ്യും. ആ തെറിപ്പിച്ച് കളയുന്ന ലൈറ്റ് അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒബ്ജക്റ്റിന്റെ കളർ ആ പെർട്ടിക്കുലർ കളറായിട്ട് കാണും. ഓക്കെ ആണല്ലോ. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നോക്കിയോ, ഇത് തന്നെയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിനകത്ത് സംഭവിച്ചത്. ഈ ഹൈഡ്രജനകത്തോടെ ഇത് കടത്തി വിട്ടപ്പം, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ആറ്റമാണ്, അതിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. ഹൈഡ്രജൻ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നറിയാമോ, ഈ വൈറ്റ് ലൈറ്റിനകത്ത് 7 കളറിൽ 3 കളറിനെ, അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വയലറ്റ്, പിന്നെന്താണ്, പിന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂ, പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്താ, യെല്ലോയ്, പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ആണ്. ഇത്രയും കളർ ഒഴിച്ച് ബാക്കിയുള്ള കളറിനെ എല്ലാം എന്ത് ചെയ്യുന്നറിയാമോ, അതിനകത്ത് ഇലക്ട്രോൺ അങ്ങ് അബ്സോർബ് ചെയ്തു. ആ അബ്സോർബ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഈ ലൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നോക്കിക്കോളൂ, നമ്മുടെ ഷെല്ലിന്റെ, നമ്മൾ ഷെല്ല് സാധാരണ ഒന്നാമത്തെ ഷെല്ലിങ്ങിനെ, രണ്ടാമത്തെ ഷെല്ലിങ്ങിനെ, മൂന്നാമത്തെ ഷെല്ലിങ്ങിനെ, നാലാമത്തെ ഷെല്ലിങ്ങിനെ, ഇങ്ങനെയാണല്ലോ നമ്മൾ വരയ്ക്കുന്നത്. എന്നാൽ നമ്മൾ ആ ഷെല്ലിനെ എല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ പോവാം. ഓക്കെ ഓക്കെ ഇപ്പം ഇവിടെ ഞാൻ ഇപ്പം എമിഷൻ സ്പെക്ട്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എമിഷൻ സ്പെക്ട്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇത് ഒന്നാമത്തെ ഷെല്ലാണ്, ഇത് രണ്ടാമത്തെ ഷെല്ലാന്ന് വിചാരിച്ചു, ഇത് രണ്ടാമത്തെ ഷെല്ലാന്ന് വിചാരിച്ചു, ഇത് മൂന്നാമത്തെ ഷെല്ലാന്ന് വിചാരിച്ചു, ഇത് നാലാമത്തെ ഷെല്ലാന്ന് വിചാരിച്ചു. ഇപ്പം ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ ഒറ്റ ഷെല്ല് മാത്രമേ ഉള്ളൂ. ഒറ്റ ഷെല്ല് മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കലും ചിന്തിക്കല്ലേ. ഒറ്റ ഇലക്ട്രോണേ ഉള്ളതുകൊണ്ട് ആ ഷെല്ല് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ അതിന് നമുക്കറിയാം ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഷെല്ലുകൾ എല്ലാ ആറ്റത്തിനും കാണും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ ആ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഷെല്ലുകളെ പറ്റി, കെ ഷെൽ, എൽ ഷെൽ, എം ഷെല്ലിനെ പറ്റി മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ടുണ്ട് കുറേ ടൈപ്പ് എൻ ഷെല്ലുകളുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാം, നമ്മൾ ഈ ലൈറ്റ് കടത്തി വിടുമ്പോൾ ഇതിനകത്ത് ഒറ്റ ഇലക്ട്രോൺസിനെ മാത്രമേ, ഇതിനകത്ത് ലക്ഷക്കണക്കിന് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അപ്പൊ ലക്ഷക്കണക്കിന് ഇലക്ട്രോൺസ് ഉണ്ട്. അതിന്റെ ഒറ്റ ഇലക്ട്രോണിന്റെ കാര്യം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ആ ഒരു ഇലക്ട്രോൺ ഞാൻ ഈ വെട്ടം അടുപ്പിച്ചപ്പം ആ വെട്ടം തന്നെ കണ്ടോ, ഇത് ഈ വൈറ്റ് ലൈറ്റ് തന്നെ ഇതാണ്, അതിനെ ഈ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തു. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി അത് പുറത്തോട്ട് വരുന്ന ലൈറ്റിനെയാണ് ഞാൻ ഈ പ്രിസത്തിനകത്തൂടെ പാസ് ചെയ്തപ്പോൾ എനിക്ക് എന്തേ കാണാൻ പറ്റുള്ളൂ, വയലറ്റും ബ്ലൂവും യെല്ലോയും റെഡും മാത്രമാണ് എനിക്ക് കാണാൻ പറ്റിയത്. അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ഭാഗത്ത് എന്താ, അതായത് വയലറ്റ് കഴിഞ്ഞിട്ട് ബ്ലൂ കാണാൻ പറ്റി, ബ്ലൂ കഴിഞ്ഞിട്ട് യെല്ലോ കളർ കാണാൻ പറ്റി, യെല്ലോ കഴിഞ്ഞിട്ട് റെഡ് കളറും കാണാൻ പറ്റി. അതിന്റെ ഇടയിലുള്ള ഭാഗത്തെല്ലാം എന്താ, ഡാർക്ക് ആയിട്ടുള്ള ലൈൻസ് ആണ് എനിക്ക് കാണാൻ പറ്റിയത്, ഡാർക്ക് ആയിട്ടുള്ള ലൈൻസ്. അതെങ്ങനെയാണ് എനിക്ക് കണ്ടത്, ഞാൻ ഇവിടെ ഒരു സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് ഞാൻ നോക്കി. ഇനി ഒരു കാര്യം പറയാം, എല്ലാ ഷെല്ലിനും അതിൻ്റെതായിട്ടുള്ള എനർജി ഉണ്ടെന്ന് ബോർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഷെല്ലിന്റെ എനർജി E1, രണ്ടാമത്തേന്റെ E2, മൂന്നാമത്തേന്റെ E3, നാലാമത്തേന്റെ E4. താഴെയുള്ള ഷെല്ലിന് എനർജി കുറവ്, മുകളിലോട്ട് പോകുമ്പോൾ എനർജി കൂടി വരും. ഉദാഹരണം പറയാം, ഇതൊരു 100 ജൂൾ എനർജി ഉള്ളെന്ന് വിചാരിക്കുക. ഇത് 150 ആയിരിക്കും, ഇത് 200 ആയിരിക്കും, ഇത് 250 ആയിരിക്കും. ഞാൻ ചുമ്മാ കാൽക്കുലേഷൻ പറയാണ് കേട്ടോ, ഇത് ഇങ്ങനെയുള്ളൂ. ഈ എനർജി ഇങ്ങനെയൊന്നും അല്ല എനർജി ഉണ്ടാകുക, ഞാൻ ചുമ്മാ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഇലക്ട്രോണിന്റെ എനർജി 100 ജൂൾ ആയതുകൊണ്ടാണ് ഇത് ഒന്നാമത്തെ ഷെല്ലിൽ ഇരിക്കുന്നത്. എന്നാൽ ഈ വെട്ടം വന്ന് വീഴുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, ഓരോ വെട്ടത്തിലും നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു വയലറ്റിന് എനർജി കൂടുതലാണ്, എന്താണ് ഇതിന് എനർജി കുറവാന്നൊക്കെ പറഞ്ഞ് കുറെ എഴുതിയായിരുന്നു. അപ്പം ഈ അബ്സോർബ് ചെയ്ത കളറിന് എന്തായാലും എനർജി കാണും. ആ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പൊ ഈ ഇലക്ട്രോണിന് 100 കൂടുതൽ എനർജി കിട്ടും. അങ്ങനെ എനർജി കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നറിയാമോ, എക്സൈറ്റ് ചെയ്ത്, ഇപ്പം 50 ജൂൾ എക്സ്ട്രാ കിട്ടിയെന്ന് വിചാരിച്ചോ, 50 ജൂൾ കിട്ടിയെങ്കിൽ ഇതല്ല, അല്ലെങ്കിൽ ഒരു 100 ജൂൾ കിട്ടിയെന്ന് വിചാരിച്ചു, 100 ജൂൾ കിട്ടിയെങ്കിൽ ഇതിന്റെ ഇപ്പോഴത്തെ 100 ആ 100 കൂടെ കൂട്ടി 200 ആവും. അപ്പം ഇത് എക്സൈറ്റ് ചെയ്ത് 200 ജൂൾ എനർജി എന്താണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഷെല്ലിലേക്ക് ചാടും. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റും ഇത് ഇതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റുമാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, കുറെ നേരം അവിടെ നിന്നിട്ട് തിരിച്ച് എവിടോട്ട് തന്നെ വരും, തിരിച്ച് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ, അതായത് നമുക്കിപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ എവിടെയൊക്കെ ട്രിപ്പ് പോയെന്ന് പറഞ്ഞാലും നമ്മൾ തിരിച്ച് എവിടേക്ക് തന്നെ വരും, നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് നമുക്കൊരു സമാധാനം ഉണ്ടാകുക, ശരിയല്ലേ. നമുക്ക് ട്രിപ്പ് പോകാൻ ഇഷ്ടമായിരിക്കും, ട്രിപ്പ് പോയി 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൊതിക്കുന്നത് വീട്ടിൽ വന്ന് ഇച്ചിരി കഞ്ഞി കുടിക്കാനായിരിക്കും, അല്ലെ അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനം കഴിക്കാനായിരിക്കും. നമ്മളൊരു 10 ദിവസം മാറി നിന്നാൽ മതി, അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യും, എക്സൈറ്റ് ചെയ്യും, ഒരു ഹയർ എനർജി ലെവലിലേക്ക് പോയിട്ട് തിരിച്ചു വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്,
ഇത് എനർജി കൂടുതലുള്ളതുകൊണ്ടാണ് ഇവിടുന്ന് ചാടി ഇവിടേക്ക് പോയത്. അപ്പൊ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അബ്സോർബ് ചെയ്ത എനർജി എന്ത് ചെയ്യണം? ഇവിടുന്ന് തിരിച്ച് എമിറ്റ് ചെയ്യണം. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നിങ്ങൾ ഒരു പ്രിസം വെച്ചിട്ട് അതിനകത്തൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മിസ്സായ കളർ, അതായത് ഇവിടെ മിസ്സായ കളർ ഏതൊക്കെയാ? ഇൻഡിഗോയും അതേപോലെ തന്നെ ഗ്രീനും ഓറഞ്ചും ആണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇൻഡിഗോയ്, അതേപോലെ തന്നെ ഗ്രീന്, അതേപോലെ തന്നെ എന്താണ് ഓറഞ്ച്, ഈ 3 കളറും നിങ്ങൾക്ക് ഇവിടെ സ്പെക്ട്രോമീറ്റർ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ബാക്കിയുള്ള കളറിന്റെ ഭാഗത്ത് എന്തായിരിക്കും? ഡാർക്ക് ആയിട്ടുള്ള ഭാഗമായിരിക്കും. ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പം ഈ പുറത്തോട്ട് എമിറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന സ്പെക്ട്രത്തെയാണ് നമ്മൾ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇത് എമിഷൻ സ്പെക്ട്രമാണ്. എമിഷൻ സ്പെക്ട്രമാണ്. ഇതാണ് നമ്മുടെ അബ്സോർഷൻ സ്പെക്ട്രം. ഇത് താഴത്തെ അബ്സോർഷൻ സ്പെക്ട്രം. ഇനി ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? നമുക്ക് പഠിക്കാനുള്ള സ്പെക്ട്രൽ എന്താണ് ആറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആണ്. അവിടെ ലൈമൻ സീരീസ്, ബാൾമർ സീരീസ്, ബാസ്റ്റൻ, ബ്രാക്കറ്റ്, പീഫണ്ട് എന്ന് പറയുന്ന 5 സീരീസിനെ പറ്റി പഠിക്കാനുണ്ട്. അതായത് ഒന്നാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എനർജി ലെവലിലേക്ക് പോകും. അത് അബ്സോർബ് ചെയ്ത എനർജിയുടെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നിങ്ങൾ സ്പെക്ട്രോമീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സീരീസ് ആണ് ലൈമാനും ബാൾമറും ബാസ്റ്റനും ബ്രാക്കറ്റും ഫണ്ടും. പി ഫണ്ട് എന്നാണ് എഴുതിയെങ്കിലും പറയുന്നത് ഫണ്ട് എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എമിഷൻ സ്പെക്ട്രം വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് ബോറിന്റെ ആറ്റോമിക് മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് അബ്സോർഷൻ അല്ല, അബ്സോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കേസ് വെച്ചിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. പകരം ഇത് പോയിട്ട് തിരിച്ച് താഴേക്ക് ജമ്പ് ചെയ്യുന്നത്, അതായത് എക്സൈറ്റഡിൽ പോയിട്ട് തിരിച്ച് താഴേക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്ന കേസ് വെച്ചിട്ടാണ് അങ്ങോട്ടേക്കുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം നടന്നത്. അതായത് എമിഷൻ സ്പെക്ട്രം വെച്ചിട്ടാണ് അങ്ങോട്ടുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം നടന്നതെന്നർത്ഥം. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഇത് റഫായിട്ട് ഒന്ന് വരച്ചു വെച്ചാൽ മതി. ഈ സാധനങ്ങളെല്ലാം ഒന്ന് റഫായിട്ട് ഒന്ന് വരച്ചു വെച്ചാൽ മതി. ചെറുതാക്കാം, നിങ്ങൾക്ക് എഴുതാനുള്ള എഴുതാം, വരയ്ക്കാനുള്ള വരയ്ക്കാം. ഇത് ഞാൻ പറഞ്ഞില്ല, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അതൊന്നും അല്ല, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത എഴുതിക്കോ ബോർ മോഡൽ ഓഫ് ആറ്റം. ഹെഡിങ് എഴുതിക്കോ ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ എമിഷൻ സ്പെക്ട്രം ഉപയോഗിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ബോർ ഹൈഡ്രജന് പ്രിഫറൻസ് കൊടുത്തിട്ടാണ് ബോർ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോർ മോഡലിന്റെ ഫെയിലിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഫെയിലിയറാണ്. എന്താണെന്നറിയാമോ? ഹൈഡ്രജനെ മാത്രം വെച്ചിട്ടാണ് പുള്ളി പഠിച്ചത്. പക്ഷേ പുള്ളിയുടെ ഈ തിയറി ബാക്കിയുള്ളതിനകത്ത് അപ്ലൈ ചെയ്താൽ കിട്ടുമായിരുന്നു. പക്ഷെ പുള്ളി അത് ചെയ്തില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഡ്രോബാക്ക്. ഒരു ഡ്രോബാക്ക്, കുറെ ഡ്രോബാക്ക് ഉണ്ട്. അപ്പൊ അതിനകത്ത് എഴുതിക്കോ ബോർ. ഇത് പഠിക്കണം കേട്ടോ, ബോർ മോഡൽ പഠിക്കണം, ഇമ്പോർട്ടന്റ്. ബോറിന്റെ പോസ്റ്റുലേറ്റ് ആണ് ഇമ്പോർട്ടന്റ്. ബോർ യൂസസ് ദ എമിഷൻ സ്പെക്ട്രം. എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ to develop a model for hydrogen. And also offered a satisfactory model for explaining the spectra of hydrogen atom. ഇനിയും അദ്ദേഹം
എന്ത് ചെയ്തു നമ്മൾ ഈ ആറ്റത്തിന്റെ ഈ റേഡിയസിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും റുദർഫോർഡ് പറഞ്ഞില്ല. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നു, അതിനകത്ത് കുറെ ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. സ്പൈറൽ പാത്തിലാണ് പുള്ളിയുടെ കൺസെപ്റ്റ് വെച്ചിട്ട് സ്പൈറൽ പാത്തിലായിരിക്കും എന്താണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്, ലാസ്റ്റ് അത് ന്യൂക്ലിയസിനകത്ത് വന്ന് ഫോൾ ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ അതൊക്കെ തിരുത്തിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ ബോർ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പം ബോർ പോസ്റ്റുലേറ്റഡ് that electrons moves around the nucleus in circular orbit. പിന്നെ determines the radius of orbits. അതേപോലെ തന്നെ calculated the energy of electron, calculated the energy of electrons in respective orbits. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ, അത് ഒന്ന് പറഞ്ഞുതരാം, അത് വരയ്ക്കുക. അത് ഇമ്പോർട്ടന്റ് ആ, പരീക്ഷയ്ക്ക് ചോദിക്കും. അത് എഴുതി കഴിഞ്ഞിട്ട് എഴുതേണ്ടത് ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ. ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നോക്കിയോ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഷെല്ലുകളെല്ലാം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ ആ ഷെല്ലുകളെയൊക്കെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് വരയ്ക്കാൻ പോവാം. അപ്പോൾ ഒന്നാമത്തെ ഷെല്ല് ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ ഇത് ഷെല്ല്, ഒന്നാമത്തെ ഷെല്ല്. രണ്ടാമത്തെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് മുകളിൽ. ഇനി ഓരോ ഷെല്ല് വരയ്ക്കുമ്പോഴും അതിന്റെ എന്താണ് തമ്മിലുള്ള ഇത് കുറഞ്ഞു വരണം. ഓക്കെ, 1 2 3 4, ഇനി 4 കൂടെ വരച്ചാൽ 5 6 7 8. എന്നിട്ട് ഒരു ഇച്ചിരി അകത്തി ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷെല്ല്, ഏറ്റവും അവസാനത്തെ ഷെല്ല് ഇൻഫിനിറ്റിന് കൊടുത്താൽ മതി. ഇതിന്റെ എനർജി E1 ആണ്, ഇതിന്റെ എനർജി E2 ആണ്, ഇതിന്റെ എനർജി E3 ആണ്, ഇതിന്റെ എനർജി E4 ആണ്, ഇത് E5 ആണ്, ഇത് E6 ആണ്, ഇത് E7, ഇത് E8, ഇത് E ഇൻഫിനിറ്റി. ഇത് ഒന്നാമത്തെ ഷെൽ ആയതുകൊണ്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 1 ആണ്. n = 1, ഇത് n = 2, ഇത് n = 3, ഇത് n = 4, ഇത് n = 5, ഇത് n = 6, n = 7, n = 8, n = 9 അല്ല, n = ഇൻഫിനിറ്റി. ഞാൻ നിങ്ങളോട് പറഞ്ഞു എമിഷൻ സ്പെക്ട്ര ഉപയോഗിച്ചിട്ടാണ് ഈ ബോർ ഈ ലൈൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. എമിഷൻ സ്പെക്ട്ര അനുസരിച്ച് ഏത് ഷെല്ലിലോട്ട് എക്സൈറ്റ് ചെയ്ത് പോയാലും തിരിച്ചു ചാടുന്നത് ഒന്നാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ആണെങ്കിൽ തിരിച്ചു ചാടുന്ന ഒന്നാമത്തെ ഷെല്ലിലേക്ക് തന്നെയായിരിക്കും. അപ്പൊ അത് വരയ്ക്കുമ്പോൾ ഇപ്പൊ ഇൻഫിനിറ്റിയിലാണ് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് പോയെങ്കിൽ തിരിച്ച് എവിടോട്ടായിരിക്കും ചാടുന്നത്? ഒന്നാമത്തേലോട്ട്. അതേപോലെ 8-ൽ പോയാലും തിരിച്ചു ചാടുന്ന ഒന്നാമത്തേലേക്കായിരിക്കും. 7-ലോട്ട് എക്സൈറ്റ് ചെയ്താലും തിരിച്ചു ചാടുന്നത് 1-ല്. 6-ലേക്ക് എക്സൈറ്റ് ചെയ്താലും 1-ലേക്ക് തന്നെയായിരിക്കും ചാടുന്നത്. അതേപോലെ തന്നെ 5-ന്ന് ചാടിയാലും അത് 1-ലേക്ക് തന്നെ ആയിരിക്കും. 4-ന്ന് ചാടിയാലും 1-ലേക്ക് തന്നെ ആയിരിക്കും. 3-ന്ന് ചാടിയാലും 1-ലേക്ക് തന്നെ ആയിരിക്കും. 2-ന്ന് ചാടുവാണെങ്കിലും 1-ലേക്ക് ചാടും. അതായത് ഒന്നാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ജമ്പ് ചെയ്യുന്നത് എങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും? ഒന്നാമത്തെ ഷെല്ലിലേക്ക് തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ ആരോ കൊടുക്കുക, കണ്ടോ, ഈ ഡയറക്ഷൻ ആണ് ചാടുന്നത്. തിരിച്ച് എമിഷൻ സ്പെക്ട്രമാണ്. അപ്പൊ ഇത് തിരിച്ച് ചാടുമ്പോൾ എന്ത് ചെയ്യും? അവർ അബ്സോർബ് ചെയ്ത സാധനത്തിനെ എമിറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്, ഇല്ലേ? ആ എമിറ്റ് ചെയ്യുന്ന സാധനത്തിനെ നിങ്ങൾ സ്പെക്ട്രോമീറ്റർ വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സ്പെക്ട്രൽ ലൈൻസിന്റെ സീരീസിനെയാണ് അതിനെയാണ് നമ്മൾ ലൈമൻ സീരീസ് എന്ന് പറയുന്നത്. അത് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് റേസ് UV റേഡിയേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉള്ള എന്താണ് സ്പെക്ട്രൽ ലൈൻസ് ആയിരിക്കും ലൈമാൻ എന്ന് പറയുന്നത്. ഇനി ഇതിപ്പോ ഹൈഡ്രജന്റെ കേസിൽ
ഇനി വേറെ ഏത് കോമ്പൗണ്ട് എടുത്താലും രണ്ടാമത്തെ ഷെല്ലിൽ അതിന് എന്ത് കാണും? ഇപ്പം ഹൈഡ്രജനും ഹീലിയം ഒഴിച്ചിട്ട് ബാക്കി ലിഥിയം തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഏതെടുത്തെന്ന് പറഞ്ഞാലും രണ്ടാമത്തെ ഷെല്ലിൽ എന്ത് കാണും? രണ്ടാമത്തെ ഷെല്ലിൽ ഇലക്ട്രോൺസ് കാണും. ഈ രണ്ടാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസും ഈ എനർജി അബ്സോർബ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എക്സൈറ്റേഷൻ സംഭവിക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഇൻഫിനിറ്റി വരെ പോയിട്ട് തിരിച്ചു വരും. അപ്പം രണ്ടാമത്തെ ഉള്ള ആൾക്കാർ എവിടെ പോയാലും തിരിച്ച് ചാടുമ്പോൾ എന്ത് തന്നെയായിരിക്കും വരിക? എവിടോട്ട് തന്നെ ആയിരിക്കും ചാടുന്നത്? രണ്ടാമത്തേലാണ്. എല്ലാവരുടെയും സംശയം എന്താണെന്നറിയോ? ഇതെല്ലാം ഹൈഡ്രജന്റെ കാര്യമാണോ പറഞ്ഞിരിക്കുന്നതെന്ന്. ഹൈഡ്രജന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം. ഹൈഡ്രജൻ ഒറ്റ ഇലക്ട്രോൺസേ ഉള്ളൂ ഫസ്റ്റ് ഷെല്ലിലാണ്. മനസ്സിലായോ? പിന്നീടുള്ള സീരീസുകളൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിച്ചത്. മനസ്സിലായോ? ഇപ്പം എല്ലാം കൂടെ ചേർത്ത് ഒരു 13-11 സ്പെക്ട്രൽ ലൈൻസ് ഉണ്ട്. നമുക്ക് അതിനകത്ത് 5 പഠിക്കാനുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പം ഇത് ഇപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ ഉള്ള ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സൈറ്റ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി തൊട്ട് താഴോട്ടുള്ള എവിടെ വേണേ പോകാം. ഓക്കെ ആണല്ലോ? രണ്ടിനും ഇൻഫിനിറ്റിയിലും ഇടയ്ക്കുള്ള ഏത് ഷെല്ലിലോട്ട് വേണേലും എക്സൈറ്റ് ചെയ്യാം. തിരിച്ച് ജമ്പ് ചെയ്യുമ്പോഴോ രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരത്തുള്ളൂ. അപ്പം അത് ഇൻഫിനിറ്റിന്ന് തിരിച്ച് ചെയ്താലും രണ്ടിലേക്കേ വരത്തുള്ളൂ. 8ന്ന് ചാടിയാലും രണ്ടിലേക്ക് വരത്തുള്ളൂ. 7ന്ന് ചാടിയാലും രണ്ടിലേക്ക്. 6ന്ന് ചാടിയാലും രണ്ടിലേക്ക്. 5ന്ന് ചാടിയാലും രണ്ടിലേക്ക്. 4ന്ന് ചാടിയാലും രണ്ടിലേക്ക്. 3ന്ന് ചാടിയാലും രണ്ടിലേക്ക്. ശരിയല്ലേ? ഇങ്ങനെ രണ്ടിലേക്ക് ചാടുന്ന ഇതിനെ നിങ്ങൾ എന്താണ്, നിങ്ങൾക്കറിയാം എമിഷൻ സ്പെക്ട്രം കാണാം. ആ എമിഷൻ സ്പെക്ട്രം നിങ്ങൾ സ്പെക്ട്രോമീറ്റർ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സീരീസ് ആയിരിക്കും. അതിനെ നമ്മൾ ബാൾമർ എന്ന് പറയും. ബാൾമർ. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിനെ നേക്കഡ് ഐ കൊണ്ട് നോക്കിയാലും കാണും. കാരണം ഇത് വിസിബിൾ ആയിട്ടുള്ള റീജിയണിലായിരിക്കും ഈ ഒരു സ്പെക്ട്രൽ ലൈൻസ് പെടുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിലോട്ടുള്ള എവിടോട്ട് വേണേലും ചാടാം, എക്സൈറ്റ് ചെയ്യാം. തിരിച്ച് ജമ്പ് ചെയ്യുമ്പോൾ മൂന്നാമത്തേലോട്ടേ ജമ്പ് ചെയ്യത്തുള്ളൂ. അപ്പൊ എവിടെ നിന്നൊക്കെ ജമ്പ് ചെയ്യാം? ഇൻഫിനിറ്റിന്ന് ജമ്പ് ചെയ്യാം, 8ന്ന് ജമ്പ് ചെയ്യാം, 7ന്ന് ജമ്പ് ചെയ്യാം, 6ന്ന് ജമ്പ് ചെയ്യാം, 4ന്ന് ജമ്പ് ചെയ്യാം, 3ന്നാണ് എന്താണ് 4ന്ന് വരെ 3ലോട്ട് ജമ്പ് ചെയ്യാം. ഇല്ലേ? ശരിയല്ലേ? അപ്പൊ ഇങ്ങനെയായിരിക്കും ആരോ വരുന്നത്, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ സീരീസിനെ നിങ്ങൾ ലൈമൻ ബാൾമർ പാസ്റ്റൻ എന്ന് പറയും. പാസ്റ്റൻ. ഇത് ഇൻഫ്രാറെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആകുക. ഇനി നാലാമത്തേലുള്ള ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിലേക്ക് വരാം? ഇൻഫിനിറ്റി നാണേലും നാലാമത്തേല്, 8 നാണേലും നാലാമത്തേലോട്ട്, 7 നാണേലും 6 നാണേലും 5 നാണേലും 4. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബ്രാക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ലൈൻസ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതും ഇൻഫ്രാറെഡ് റീജിയനിൽ പെടുന്നതാണ്. അത് സ്പെഷ്യൽ ആയിട്ട് ഓർക്കണം. ഇനി എന്താണ് ലൈമൻ ബാൾമർ പാസ്റ്റൻ ബ്രാക്കറ്റ് ഫണ്ട് എന്ന് പറയും. അത് ഇൻഫിനിറ്റിന്ന് 7ലേക്ക് അല്ല 5ലേക്ക് ചാടുന്നതിന് ഇങ്ങനെ ചാടാം, ഇങ്ങനെ ചാടാം, ഇങ്ങനെ ചാടാം, ഇങ്ങനെ ചാടാം. ഇവിടെ ഫോം ചെയ്യുന്നത് പി ഫണ്ട് ആണ്. പി ഫണ്ട് എന്നാണ് പറയുന്നതെങ്കിലും അല്ല എഴുതുന്നെങ്കിലും ഫണ്ട് എന്നാണ് പറയുന്നത്. അതും ഇൻഫ്രാറെഡ് റീജിയനിൽ പെടുന്ന സ്പെക്ട്രൽ ലൈൻസിനെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെ അത് വേറെ എന്തിന്റെയും സഹായത്തോടു കൂടിയേ കാണാൻ പറ്റത്തുള്ളൂ. അത് വിസിബിൾ അല്ല. ഓക്കെ. ഇതായിരിക്കും ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. പരീക്ഷയ്ക്ക് ചോദിക്കും, ഷുവർ ആണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇത് എന്താണ് ഇത് സ്പെക്ട്രൽ ലൈൻസ് അല്ല ഇത് വരച്ചിരിക്കുന്നത്. ചാടുന്ന സമയത്ത് ഏതൊക്കെ സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാവും എന്നാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സ്പെക്ട്രൽ ലൈൻ ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല, അത് നിങ്ങൾക്ക് കാണാനേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പം സ്പെക്ട്രൽ ലൈൻസ് ഞാനൊരു വീഡിയോ ഇട്ട് തരാം. ആ വീഡിയോ നിങ്ങൾ നോക്കുക. സ്പെക്ട്രൽ ലൈൻസ് എങ്ങനെ ആയിരിക്കുന്നത്, ലൈമൻ ബാൾമർ പാസ്റ്റൻ ബ്രാക്കറ്റ് ഫണ്ടൊക്കെ എങ്ങനെ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അതിനകത്ത് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ. ഇനി നമുക്കറിയാലോ, ഇത് അബ്സോർബ് ചെയ്യുന്നതും ലൈറ്റ് വേവിനെയാണ്, എമിറ്റ് ചെയ്യുന്നതും ലൈറ്റ് വേവിനെയാണ്. അപ്പൊ ഈ ലൈറ്റ് വേവിന് ഒരു വേവ് ലെങ്ത് കാണും, ആ ലൈറ്റ് വേവിന് ഒരു ഫ്രീക്വൻസി കാണും, ആ ലൈറ്റ് വേവിന് ഒരു വേവ് നമ്പർ കാണും. ഇതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിലും തരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് അടുത്തത് പറയാൻ പോകുന്നത്. അത് കണ്ടുപിടിച്ചത് ജോഹാൻസ് റിഡ്ബർഗ് എന്ന് പറയുന്ന ഒരു ഫിസിസ്റ്റ് ആണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിക്കോളൂ, ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ജോഹാൻസ് റിഡ്ബർഗ് noted that all the series of lines in the hydrogen spectrum could be described by an expression 1 by lambda is equal to r into 1 by n1 square minus 1 by n2 square.
അതിൽ ഈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിബർഗ് കോൺസ്റ്റന്റ് എന്നാണ്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 109677 ആയിരിക്കും. ആർ ഈസ് കോൾഡ്, ആർ എന്ന് പറഞ്ഞാൽ റിബർഗ് കോൺസ്റ്റന്റ് ആണ്. റിബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 109677 സെന്റിമീറ്റർ റേസ്റ്റ് ടു -1. ഈ ഇക്വേഷൻ പഠിച്ചോണം, ന്യൂമറിക്കലി ചോദിക്കും. ഈ 1/λനെ നമുക്ക് വേവ് നമ്പർ എന്ന് വേണേലും ആക്കാം. 1/λ എന്ന് പറയുമ്പോൾ വേവ് നമ്പർ ആണ്. ന്യൂ ഇട്ടിട്ട് മണ്ടയ്ക്ക് ഒരു ന്യൂ ബാർ, അതാണ് വേവ് നമ്പർ. ഇത് വേവ് നമ്പർ ആണ്. ഈ വേവ് നമ്പർ കണ്ടുപിടിക്കാനും സെയിം ഇക്വേഷൻ ആണ്. കാരണം 1/λ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് നമ്പർ ആണ്. r ഇൻറ്റു എന്താ 1/n1² മൈനസ് 1/n2². അത് ഓർത്തോണം, വേവ് നമ്പർ ഈസ് ഈക്വൽ ടു 1/λ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ മാറ്റി എഴുതിയത്. ഇനി n1 എന്ന് പറയുമ്പോൾ ഏതിൽ നിന്നാണോ ചാടുന്നത്, n2 എന്ന് പറയുമ്പോൾ ഏതിലേക്കാണോ ചാടുന്നത്, അത് തെറ്റിപ്പോലെ കേട്ടോ. ഏതിൽ നിന്നാണോ ചാടുന്നത്, ഏതിലേക്കാണോ. n1 എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 4ൽ നിന്ന് 1ലേക്ക് ചാടുവാണ്. 4 എന്ന് പറയുന്നത് n1 ഉം 1 എന്ന് പറയുന്നത് n2 ആന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം നോക്കുക എന്താണ്, അല്ല ഞാൻ പറഞ്ഞ തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. 4 എന്ന് പറയുന്നത് ഞാൻ അത് എഴുതി തരാം. കൺഫ്യൂഷൻ ആവണ്ട, എഴുതി തരാൻ നോക്കിക്കോളൂ. നമുക്ക് സീരിയസ് എഴുതുക, എന്നിട്ട് ലൈമൻ എഴുതുക, ബാൾമർ എഴുതുക, പാഷൻ എഴുതുക, ബ്രാക്കറ്റ് എഴുതുക, പി ഫണ്ട് എഴുതുക. ഇതിൽ സീരിയസ് ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇതിൽ n1 n2 എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നാമത്തെ ലൈമന് n1 എപ്പോഴും 1 ആയിരിക്കും. പക്ഷെ n2 എന്ത് വേണേ ആവാം. n2 2 തൊട്ട് എന്ത് വേണം, 2 3 തൊട്ട് എവിടെ വരെ, ഇൻഫിനിറ്റി വരെ ആവാം. ബാൾമറിന് n1 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. n2 എന്ന് പറയുന്നത് 3 4 തൊട്ട് എത്ര വേണേ വരാം, ഇൻഫിനിറ്റി വരെ വരാം. പാഷന് n1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും. അത് തിരിഞ്ഞു വരും, അല്ലെങ്കിൽ n2 വരുമ്പോൾ 4 തൊട്ട് എന്താ 4 5 6 ഇങ്ങനെ വേണേ വരാം. ബ്രാക്കറ്റിന്റെ n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ 5 തൊട്ട് 6 7 8 തൊട്ട് ഇൻഫിനിറ്റി വരെ വരാം. അതല്ല ഫണ്ടിന് എന്താണ് n1 ഒന്നാമത്തെ എനർജി ലെവൽ 5 ആണ്. അതായത് അഞ്ചാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്തിട്ട് തിരിച്ച് അഞ്ചാമത്തെ ലെവലിലേക്ക് തന്നെയാണ് വരുന്നത്. എവിടെ നിന്നൊക്കെ വരാം, 6ൽ നിന്ന് വരാം, 7ൽ നിന്ന് വരാം, 8ൽ നിന്ന് വരാം, ഇൻഫിനിറ്റിയിൽ നിന്ന് വേണമെങ്കിലും തിരിച്ചിങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാം. ഇങ്ങനെ ജമ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻ ലൈമൻ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ UV റേഡിയേഷൻ ആയിരിക്കും. ഇത് വിസിബിൾ ആയിരിക്കും. നമ്മൾ അവിടെ എഴുതിയായിരുന്നു. ഇത് എന്താണ് ലൈമൻ ബാൾമർ പ്രശ്നം. ഓക്കെ, ഇത് ഇൻഫ്രാറെഡ് ആയിരിക്കും, ഇത് ഇൻഫ്രാറെഡ് ആയിരിക്കും, ഇതും ഇൻഫ്രാറെഡ്. ഓക്കെ ആണല്ലോ. ഇത് സ്പെക്ട്രൽ റേഞ്ച് ആണ്. അപ്പൊ n1 n2 തെറ്റിപ്പോകാൻ പാടില്ല. ഇനി നമുക്ക് ബോർ പോസ്റ്റുലേറ്റിന്റെ ഓരോ പോസ്റ്റുലേറ്റും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പ്ലസ് അതിന്റെ ഒരു ഡെറിവേഷൻ, അതിന്റെ റേഡിയസിന്റെ ഡെറിവേഷൻ, അതിന്റെ വെലോസിറ്റിയുടെ ഡെറിവേഷൻ, അതിന്റെ എനർജി, ടോട്ടൽ എനർജി, അതായത് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി. ഇന്നലെ പഠിച്ച പോലെ തന്നെ 3 ഇതുണ്ട്. അപ്പോൾ ഇന്ന് തീരത്തില്ല. അപ്പോൾ നാളത്തേക്കാക്കാം ക്ലാസ്. നാളെ ഉണ്ടാവുമേ ക്ലാസ്. നാളെയും കയറുക. നാളെയും കയറിയിട്ട് ഈ ചാപ്റ്റർ നാളെ തീർത്ത് തരാം. എന്നാൽ ഇങ്ങനെ നിൽക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ